കൂടോത്രം ചെയ്യാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാളുടെ മുടി കിട്ടിയാൽ മതി. ഈ ബാധയും മാരണവും ശരിക്കും ഒന്നാണ്. മാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിക്കണം എന്ന് മനഃപൂർവ്വം ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുന്നതാണ്. ഒരു 90% ബന്ധുക്കൾ തന്നെയാണ് ശത്രുക്കളായി മാറുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ പേര് എഴുതി വെച്ചിട്ട് നമ്മൾ പെൻഡുലം പിടിച്ചിട്ട് ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ചെയ്ത ആളെ കാണിച്ചു. എനിക്കൊരു അച്ഛനെ കിട്ടി എന്ന ധാരണയിൽ സ്നേഹിച്ച ആ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച അമ്മായിയപ്പനാണ് എനിക്കെതിരെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ എന്ന് കരയുകയാണ്. നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ ചെയ്തിട്ടുള്ള മോശമായ കർമ്മങ്ങളെ നമ്മൾക്ക് ലഘൂകരിച്ച് കൊണ്ടുവരാൻ പറ്റും. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഈ പ്രൊട്ടക്ഷനുകൾ ഞാൻ ഒരുപാട് ആൾക്കാർ അവരുടെ ലൈഫിൽ ഈ ക്രിസ്റ്റൽസ് പ്രൊട്ടക്ഷനുകളൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു ഉപയോഗം എന്താണ്? ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം, അതുപോലെ എനർജി ഉപയോഗിച്ചിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ എനർജി തന്നെ ക്രിസ്റ്റലിൽ ആവാഹിച്ച് വെച്ചിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ സാധാരണ നമ്മൾ ഞാൻ ധരിച്ചിട്ടിരിക്കുന്ന പോലെയുള്ള ബീഡ്സ് ഉള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റൽസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ കൂടോത്രം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുവഴി ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. കൂടോത്രം ചെയ്യാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാളുടെ മുടി കിട്ടിയാൽ മതി, അയാൾ ഉപയോഗിച്ചൊരു വസ്തു കിട്ടിയാൽ മതി, അതിന്റെ ഊർജ്ജം അതിലുണ്ടോ. ചിലരുടെ ചില ഗിഫ്റ്റുകളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ലൈഫൊക്കെ മോശമായി പോയിട്ടുണ്ടെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ഇതേപോലെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ആ ഗിഫ്റ്റുകളിൽ കൊടുക്കുന്നത് കൊണ്ടാണ്? ഗിഫ്റ്റ് മാത്രമല്ല, ഏത് രീതിയിലും വേണമെങ്കിൽ കൊടുക്കാം. ആഹാരത്തിൽ കൊടുക്കാം, കൈവിഷം പോലെ കൊടുക്കാമല്ലോ. അതൊരു എനർജിയാണ്. കൈവിഷം എന്ന് പറയുന്നൊരു എനർജിയാണ്. പലപ്പോഴും നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഹീൽ ചെയ്ത വെള്ളം വാട്ടർ കുടിക്കാൻ കൊടുക്കുമ്പോൾ ഇവരത് ഛർദ്ദിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ വയറിനുള്ളിലുള്ളത് ചിലപ്പോൾ മലത്തിലൂടെ പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു നാണയം കിട്ടിക്കഴിഞ്ഞാൽ ആ നാണയം കൊണ്ട് വേണമെങ്കിൽ കൂടോത്രം ചെയ്യും. കാരണം അതൊരു മെറ്റലാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ ഈ 3-4 മാസത്തിനുള്ളിൽ വന്നൊരു കേസിൽ 4 കുരിശാണ് കിട്ടിയത് കൂടോത്രം ചെയ്തത്. അപ്പോൾ കുരിശ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു ലോഹമാണ്. അപ്പോൾ ഇറ്റ്സ് എ മെറ്റൽ. ആ മെറ്റൽ എന്ന് പറയുന്നത് നല്ലൊരു ചാലകമാണ്, കണ്ടക്ടറാണ്. ഒരു മെറ്റലിൽ എനർജി കയറ്റിവിടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നാണയം ആയിക്കൊള്ളട്ടെ, കുരിശായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, കൂടോത്രത്തിന് ഉപയോഗിക്കാനായിട്ട് അനേകം സംഭവങ്ങൾ പറ്റും. ഒരു വ്യക്തിയുടെ മുടി, ഇപ്പോൾ ഞാൻ വേറെ വീട്ടിൽ കണ്ടത്, വേറെ ഏതോ ശ്മശാനത്തിൽ നിന്ന് ഒരു ശവത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട്, നഖം, മുടി എന്നിവ ഉപയോഗിച്ചിട്ട്, ഇതിനുള്ള ഗുണം എന്താണെന്നറിയും? ഗുണം എന്ന് പറഞ്ഞാൽ ദോഷമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്. ഇതിൽ അവർക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ചാൽ കൂടോത്രം ചെയ്യുന്ന വ്യക്തിക്ക് നഖം വളരെ കാലം നശിക്കാതിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ശവശരീരം കുഴിച്ചിട്ടാലും നഖം അങ്ങനെ തന്നെ നിലനിൽക്കും, മുടി അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ മരിച്ച വ്യക്തികളുടെ വെച്ചിട്ട് അവരുടെ ആത്മാവിനെ ആവാഹിച്ചെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൂടോത്രം ചെയ്യുന്ന ആൾക്കാരും ഈ ലോകത്തുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെ കൂടോത്രം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ ചെയ്യാം. ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ ക്രിസ്റ്റൽ കൊണ്ട്, ഞാൻ ചെയ്യാറുള്ളത് ക്രിസ്റ്റൽ വെച്ചിട്ടാണ്. ഞാൻ പെൻഡുലം ഉപയോഗിച്ചിട്ടാണ്, ക്രിസ്റ്റൽ പെൻഡുലം ഉപയോഗിച്ചിട്ടാണ് ഡൗസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മൾക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ അനേകം വ്യക്തികൾ നമ്മൾക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് സംശയിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ആതിരയ്ക്ക് ഒരു 5 പേരെ സംശയമുണ്ട്. ഒരർദ്ധ ഗോളാകൃതിയിൽ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ബാലകൃഷ്ണൻ, രാധാകൃഷ്ണൻ, ദേവിക, ഇങ്ങനെ കുറേ പേര് സംശയമുണ്ട്. ഒരു പേര് എഴുതി വെച്ചു. ഈ പേര് എഴുതി വെച്ചിട്ട് നമ്മൾ പെൻഡുലം പിടിച്ചിട്ട് ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ചെയ്ത ആളെ കാണിച്ചു. ചിത്രം കാണാൻ പറ്റുമോ? ചിത്രമല്ല, ആരാണ് ചെയ്തതെന്നുള്ള അവരുടെ പേരിന് നേരെ ഈ പെൻഡുലം അങ്ങോട്ട് ഡൗസ് ചെയ്തിട്ട് കാണിച്ചു തരും നമ്മൾ ആരാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഞെട്ടിപ്പോയ ആൾക്കാരുണ്ട്. സ്വന്തം അമ്മായി, സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ, ജ്യേഷ്ഠ സഹോദരൻ, അനിയൻ, അങ്ങനെയൊക്കെ ചെയ്തതൊക്കെ ഇഷ്ടം പോലെ കേസുകളാണ് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം, ഒരു ദിവസം മുന്നേ വന്ന കേസ് നോക്കുകയാണെങ്കിൽ സ്വന്തം അമ്മായിയപ്പനും അമ്മായിയമ്മയും ആ സ്ത്രീക്കെതിരെ കൂടോത്രം ചെയ്ത കേസാണ്. ബാധയെ അയച്ചുകൊണ്ട് അവർ വളരെ സൈക്കിക്കായിട്ടുള്ള ലെവലിലാണ് അവർ പോകുന്നത്. സൈക്കിക് അറ്റാക്കാണ്. അവരവിടെ വെച്ചിട്ട് വയലൻ്റായി. പക്ഷേ ഹീലിങ്ങിന് ശേഷം അവരത് എവിടേക്ക് വന്നു അവിടേക്ക് തന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ തിരിച്ചു പോകുന്ന സ്ഥലം അവരുടെ തറവാടാണ് പറയുന്നത്. കാരണം മൂത്ത മകൻ്റെ ഭാര്യയാണ്. അവർ മാറി താമസിച്ചു. പക്ഷേ ഈ ബാധയെ തിരിച്ചു വിട്ടപ്പോൾ, കമാൻഡ് കൊടുത്തപ്പോൾ അത് പോയി നിൽക്കുന്നത് അവരുടെ തറവാട് ഭൂമിയിലാണ്. അവിടെ ചെന്നിട്ട് എല്ലാ വിശേഷങ്ങളും പറയുകയാണ് കണ്ണടച്ചിരുന്നിട്ട്. അവരവിടെ റിമോട്ട്ലി വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുക. ഈ ബാധയും മാരണവും ശരിക്കും ഒന്നാണ്? അല്ല, ബാധയും മാരണം എന്ന് പറഞ്ഞാൽ, ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വേറൊരാളുടെ സോളിനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുന്ന രീതിയാണ് ബാധ. അതല്ലെങ്കിൽ വേറൊരു എൻറ്റിറ്റിയെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്.
മാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിക്കണം എന്ന് മനഃപൂർവ്വം ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുന്നതാണ്. ഇത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടോത്രം ചെയ്യുന്ന ആളുകളുടെ മനസ്ഥിതി, അവരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും കിട്ടുന്ന പണി. അതായത് ഇപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഭ്രാന്തമായ തലത്തിൽ പോയിട്ട് അവർ പണമെല്ലാം നശിച്ച് നാറാണത്തിലെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുന്നതായിട്ട് കാണാം. അതേസമയം രോഗങ്ങൾ വന്ന് ദുരിതമായിട്ട് മരിക്കണം എന്ന് ഇനി ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ 4 വ്യക്തികളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ അയൽവാസിയാവാം. ഞാൻ പക്ഷേ കൂടുതൽ കണ്ടിട്ടുള്ളത് ബന്ധുക്കൾ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരു 90% ബന്ധുക്കൾ തന്നെയാണ് ശത്രുക്കളായി മാറുന്നതെന്നുള്ളതാണ് വാസ്തവം. ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് സ്വന്തം അമ്മ അച്ഛനൊക്കെ ഇങ്ങനെ ഇവർക്കെതിരെ തിരിയുന്നു എന്ന് പലപ്പോഴും. സ്വന്തം മക്കൾക്കെതിരെയാണ് ഈ അമ്മ. അതെ അതെ, ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ കേസ് സ്വന്തം മകനും ഭാര്യയ്ക്കുമെതിരെ കൂടോത്രം ചെയ്ത കേസാണ്. വയലൻ്റായി അവർ, ഹീലിങ്ങിൽ വയലൻ്റായി. അതും അവരെ ഹീൽ ചെയ്യുമ്പോഴല്ല, അവരുടെ വീടിന് വേണ്ടി പ്രൊട്ടക്ഷൻ ക്രിസ്റ്റൽ ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭ്രാന്തമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ ലേഡി, 52 വയസ്സുള്ള ഒരു ലേഡി, തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വന്ന ഒരാളാണ്. ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു, അത് ചെയ്തത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആരെ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് എൻ്റെ അമ്മായിയപ്പനാണ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ പോലും മരിച്ചിട്ട് എനിക്കൊരച്ഛനെ കിട്ടി എന്ന ധാരണയിൽ സ്നേഹിച്ച ആ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച അമ്മായിയപ്പനാണ് എനിക്കെതിരെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഇരുന്ന് കരയുകയാണ്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ആര് എങ്ങനെ എപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് പറയാനൊക്കില്ല. കാരണം അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കില്ല. പണി കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും പണി കിട്ടിയെന്നുള്ളത്. ശരിക്കും നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇത്തരം പ്രൊട്ടക്ഷനുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ സാധിക്കും. ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷേ ചിലർക്ക് കാലങ്ങളായിട്ട് ഹീലിംഗ് വേണ്ടി വരും. കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കൂടോത്രം ചെയ്തു 10 വർഷം കഴിഞ്ഞൊരു കക്ഷി നമ്മുടെ അടുത്ത് വരികയാണ്. അപ്പോൾ അത്രയും എനർജി അവരുടെ ശരീരത്തിൽ നിന്ന്, അവരുടെ ഓറയിൽ നിന്ന് ഡീറ്റോക്സിഫൈ ചെയ്യണം. ഞാൻ ആദ്യം ചെയ്യുന്നത് ഡീറ്റോക്സിഫിക്കേഷനാണ്. ഒരു 1 മന്ത് ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത വാട്ടർ, വെള്ളം കുടിക്കാൻ കൊടുക്കും. അവർ 1 മാസം അത് കഴിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിലുള്ള എനർജി ഡെർബിസ് എല്ലാം തന്നെ ഫ്ലഷ് ഔട്ടായി പോയി കാണും. പിന്നീട് വരുമ്പോൾ ഒരു ഡീപ്പ് ഹീലിംഗ് കൊടുക്കും. പിന്നെ അടുത്തൊരു ഹീലിംഗ്, 3rd ഹീലിങ്ങിന് പൂർണ്ണമായിട്ടും സൗഖ്യം നേടുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ട്. അത് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അത് നമുക്ക് പറയാനൊക്കില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഇതിൻ്റെ ഫലം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ കോൺഷ്യസ്നെസ് ലെവലുണ്ട്. ആ കോൺഷ്യസ്നെസ് ലെവലിൽ അവർക്ക് ഏത് തലത്തിലാണ്, ഏത് ഫ്രീക്വൻസിയിലാണ് അവർ നിലനിൽക്കുന്നത്, അത് ഡിവിനിറ്റിയുടെ ഫ്രീക്വൻസിയിലാണെങ്കിൽ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ മാറുന്നത് കണ്ടിട്ടുണ്ട്. വിത്തിൻ 1 ഹീലിംഗ് ഇറ്റ്സെൽഫ് അത് മാറുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ഒരാൾക്കത് ഫലം ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത്ര തവണ ചെയ്യണം, 10 തവണ അല്ലെങ്കിൽ 5 തവണ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ആ വരുന്ന വ്യക്തിയുടെ ഡിവിനിറ്റി അനുസരിച്ചിട്ടാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ വർക്കാണ്, ഒരു ഡിവൈൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആ ഡിവൈൻ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഡിവിനിറ്റി ഇല്ലാത്ത ഒരാൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റില്ല. ഡിവിനിറ്റി ഉള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് വരും. ഡിവിനിറ്റി ഇല്ലാത്തവരിൽ ഇങ്ങനെ നീണ്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ഡിവിനിറ്റി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൂട്ടാനൊക്കെ സാധിക്കുന്നത്? ഡിവിനിറ്റി ഒരു പരിധി വരെ നമ്മൾ ജന്മനാ തന്നെ നമ്മളുടെ പൂർവ്വജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. സഞ്ചിത കർമ്മങ്ങൾ, പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ ഓരോ കർമ്മങ്ങളുണ്ടല്ലോ. ആ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ഡിവിനിറ്റി ആദ്യം നമ്മൾ അളക്കുമ്പോൾ ആദ്യത്തെ അളവ് പോലെ. അപ്പോൾ വളരെയധികം നല്ല കർമ്മങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് ഈ ജന്മത്തിലെങ്കിൽ അവർക്ക് ഡിവിനിറ്റി കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ട്. ആ ഡിവിനിറ്റി കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ നമ്മുടെ കാർമിക് അക്കൗണ്ട് നമ്മൾ EMI അടയ്ക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, ആ EMI നമ്മൾ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ അത് അക്യുമുലേറ്റഡ് ആവില്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് ഈ കിട്ടിയ അവസരം എന്ന് പറയുന്നത് മനുഷ്യജന്മം ഒരു പുണ്യജന്മമാണ്. അതിപ്പോൾ എവിടെ റെഫർ ചെയ്താലും നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യോഗശാസ്ത്രത്തിലൊക്കെ തന്നെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് ആത്മാവിൻ്റെ സ്വരൂപത്തിൽ കൃത്യമായിട്ട് ഡിവിനിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ ചെയ്തിട്ടുള്ള മോശമായ കർമ്മങ്ങളെ നമ്മൾക്ക് ലഘൂകരിച്ച് കൊണ്ടുവരാൻ പറ്റും. ന്യൂട്രലൈസ് ചെയ്യാന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുക. ഓരോ തവണ നമ്മൾ ഒരു നല്ല കർമ്മം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല കർമ്മമാണ്. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ തീരുകയാണ്, മാനസിക പ്രശ്നം. 5 തലത്തിലാണ് ഹീലിംഗ് അവിടെ നടക്കുന്നത്. ഒരു വ്യക്തി വരുമ്പോൾ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, ഇൻ്റലക്ച്വലി ആസ് വെൽ ആസ് സ്പിരിച്വലി 5 തലങ്ങളിൽ ഹീൽ ചെയ്യപ്പെട്ടാലേ അത് ഹോളിസ്റ്റിക് ലെവൽ ഹീലിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഹോളിസ്റ്റിക് ലെവൽ ഹീലിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഹീലിംഗ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ഹീലിംഗ് എല്ലാം ചെയ്തു ഇപ്പോൾ ഓൾറെഡി ഇത്തരം കൂടോത്രം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ബാധിച്ച ഒരാളെ നമ്മൾ ഹീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ
പിന്നീട് അവരുടെ ജീവിതത്തിൽ വീണ്ടും ഇതേപോലെ കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടെയാണ് ഈ അതും കൊടുക്കും. അതാണ് ഞാൻ മൂന്നാമത്തെ ലെവലിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ലെവലിൽ ഡിറ്റോക്സിഫിക്കേഷൻ ആണെങ്കിൽ, എനർജി ഡിറ്റോക്സിഫിക്കേഷൻ ആണെങ്കിൽ, രണ്ടാമത്തെ ലെവലിൽ ഡീപ്പ് ഹീലിംഗ് ആണ്. മൂന്നാമത്തെ മാസം വീണ്ടും വരാൻ പറയും. അപ്പോഴും വെള്ളം സ്ഥിരമായിട്ട് കുടിക്കണം. ഒരു 3 മാസമെങ്കിലും സ്ഥിരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത വാട്ടർ. ആ വാട്ടർ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും, എനിക്ക് തിരക്കുള്ള വ്യക്തി ആയതുകൊണ്ട് അവരെ ഓരോ ആഴ്ചയിലും കൊണ്ടൊന്ന് ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ ഒരു 3 നേരമെങ്കിലും ഈ വെള്ളത്തിൽ നിന്ന് ഒരു 50 ml എങ്കിലും കുടിക്കുക ഒരു 3 നേരം എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നവരിൽ കൃത്യമായിട്ട് ഫലം കിട്ടുന്നു. എത്രയോ കേസുകളുണ്ട്. വെറും 2 ഹീലിങ്ങിൽ തന്നെ വ്യക്തമായിട്ട് കിട്ടിയത് ഇപ്പോൾ റിവ്യൂ വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ഹീലിംഗ് സെൻറ്ററിൻ്റെ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലേഡി, ഒരു 36 വയസ്സുള്ളൊരു ലേഡി, രണ്ടാമത്തെ ഹീലിങ്ങിൽ തന്നെ അവർക്ക് പെർഫെക്റ്റ് ലെവലിൽ അവരുടെ മെൻ്റൽ കൺട്രോൾ അവരുടെ കയ്യിലായി. അതുവരെ ഒരു ബാധ ലെവലിൽ നിന്നിരുന്ന ഒരു കുട്ടിയാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് നല്ല രീതിയിൽ അവർക്ക് ഡിവിനിറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവിക്കും. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് കിഡ്നി വരെ റീപ്ലാന്റ് ചെയ്ത ഒരു കുട്ടിയാണ് ആ കുട്ടി. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ള ആ മെൻ്റൽ പ്രോബ്ലത്തിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ വലിയ പാടായിരുന്നു. 2 ഹീലിംഗ് കഴിഞ്ഞ മാസം, ഈ മാസം. ആ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ എഫക്റ്റ് അവർ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹീലിംഗ് കൊണ്ടപ്പോൾ ഇത് ഒരു നമുക്ക് പിന്നീട് ഒരു ബാധ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടെ പ്രൊട്ടക്ഷൻ കൂടെ ആവും എന്നുള്ള രീതിയാണ്. 3rd ലെവലിൽ പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് ഇവരെ ബാധിക്കാത്ത രീതിയിൽ, അതായത് ഞാൻ ഈ പറഞ്ഞ 5 തലത്തിലും അവരെ പ്രൊട്ടക്ട് ചെയ്യും. ഫുൾ പ്രൊട്ടക്റ്റഡ് ആയി ലൈഫിൽ. ശാരീരികം, മാനസികം, വൈകാരികം, ബൗദ്ധികം, ആധ്യാത്മിക തലത്തിലുള്ള പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ രക്ഷപ്പെട്ടു. അത് സ്ഥിരമായിട്ട് നിലനിർത്താനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ക്രിസ്റ്റൽസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ എനർജി, ഈ പെർട്ടിക്കുലർ ഇൻറ്റൻഷൻ വെച്ചിട്ട് ഈ എനർജി, ആളുടെ പേര്, അവളുടെ നാള്, ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് അവരെ ഹീൽ ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇത്തരം സംഭവങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഹീൽ ചെയ്തതല്ലല്ലോ. കോൺസെൻട്രേറ്റ് ചെയ്ത ക്രിസ്റ്റലിന് 100 ഇരട്ടി ഫലം ചെയ്യാൻ നോക്കും. സാധാരണ ക്രിസ്റ്റലിന് ഭൂമിയിൽ കിടന്ന് രൂപാന്തരം പ്രാപിക്കുന്നതാണ്. 3000 വർഷം 4000 വർഷങ്ങളൊക്കെ കിടന്ന് രൂപാന്തരം പ്രാപിക്കുന്ന ക്രിസ്റ്റൽസിന് അതിൻ്റേതായ പവറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് 100 ഇരട്ടി അതിൻ്റെ പവർ കൂടുക. ഞാൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. ആ കോൺസെൻട്രേഷന് നമ്മളൊരു ചാർജ് ഉണ്ടെങ്കിൽ പോലും അവർക്കത് ഒരുപാട് ഗുണം ചെയ്യും. അത് ലാസ്റ്റ് ലെവൽ പ്രൊട്ടക്ഷൻ ലെവലാണ്. പിന്നീട് ഒന്നും അവരെ ബാധിക്കാത്ത രീതിയിൽ വീടുകൾക്ക് ചെയ്യാം. എന്നാലും വീടിന് പ്രൊട്ടക്ഷൻ ഇടുമ്പോഴാണ് ഇവർ വയലൻ്റ് ആയത്. അപ്പോൾ ആ എൻറ്റിറ്റിക്ക് മനസ്സിലായി ഇവിടുന്ന് പ്രൊട്ടക്ഷൻ ലെയർ അവിടെ വരുന്നുണ്ട് അവരുടെ വീടിന് എന്നറിഞ്ഞപ്പോൾ അത് ആക്റ്റീവായി. ആ എൻറ്റിറ്റി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ നമുക്ക് വളരെ പരിഭ്രാന്തിയിൽ ആഴ്ത്തിയ ഒരു ദിനമായിരുന്നു ഇന്നലെ.